ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 46-ാം ദിനമായി ഇന്ന് വചനം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെയും ഉപദേശങ്ങളെയും പഠിപ്പിക്കലുകളെയും പീഡാനുഭവങ്ങളെയും ധ്യാനിക്കുന്ന നാളുകളാണ് വലിയ നോമ്പ് ദിനങ്ങൾ. അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യജമാനൻ ദൂരദേശത്തേക്ക് യാത്രയാകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവനവൻ്റെ പ്രാപ്തി പോലെ 5, 2, 1 എന്നിങ്ങനെ താലന്തുകൾ നൽകുന്നതായി ഈ വേദഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ദൈവം ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവിനനുസരിച്ചാണ് ചുമതലകൾ നൽകുന്നത്. 5 താലന്ത് ലഭിച്ചവൻ വേറെ 5 കൂടി നേടി, 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവനോ അവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു. 1 താലന്ത് ലഭിച്ചവൻ യജമാനൻ്റെ അടുത്ത് വന്ന് തൻ്റെ താലന്ത് മടക്കി നൽകുമ്പോൾ ഇപ്രകാരം പറയുന്നു: നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ താലന്ത് നൽകിയ യജമാനനെ എതിർത്ത് നിൽക്കുന്ന ദാസനെ കാണുവാൻ സാധിക്കും. എന്നാൽ നാം 5, 2 എന്നിങ്ങനെ താലന്തുകൾ ലഭിച്ചവരെ പോലെ ആയിത്തീരണം. നിനക്ക് ലഭിച്ച സമയം, കഴിവ്, ഉടമസ്ഥത, ആത്മാവിൽ പൂർണ്ണ സമർപ്പണം ഇതെല്ലാം ദൈവം കണക്കാക്കുന്നു. ചെറിയ കാര്യത്തിലും വിശ്വസ്തനാകുക. നമ്മുടെ ജീവിതം ദൈവത്തിന് നാം നൽകേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. ദൈവം നൽകിയ ഈ ജീവിതം വിശ്വസ്തയോടെ ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിസ്സംഗതയില്ലാത്ത വിശ്വസ്തതയാണ്. അങ്ങനെ വിശ്വാസമുള്ളവരായി തീരുവാൻ നമുക്കിടയാകണം. ഇങ്ങനെ യേശുവിൻ്റെ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ഈ നോമ്പ് നാളുകളിൽ ഒരുങ്ങാം. ഇപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.